SAT ആശുപത്രിയിൽ വൈദ്യുതി തടസ്സം നേരിട്ടതിൽ വിവിധ വിഭാഗങ്ങൾക്കുണ്ടായത് ഗുരുതര വീഴ്ച. KSEB, PWD, ഇലക്ട്രിക്കൽ വിഭാഗം, ആശുപത്രി അധികൃതർ എന്നിവരുടെ ഏകോപനമില്ലായ്മയാണ് വീഴ്ചയ്ക്ക് കാരണം. എന്നാൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിന് മാത്രം വീഴ്ച സംഭവിച്ചതായാണ് വകുപ്പ് തല റിപ്പോർട്ട്. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. സർക്യൂട്ട് ബ്രേക്കറിൽ കണ്ടെത്തിയ ഈർപ്പം വൈദ്യുതി മുടങ്ങാൻ കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. SAT ആശുപത്രിയിൽ 4 മണിക്കൂറോളം വൈദ്യുതി മുടങ്ങി ചികിത്സ നിലച്ചത് അധികൃതരുടെ ഗുരുതര വീഴ്ച കാരണമാണ്. SAT ആശുപത്രിയിൽ 4 മണിക്കൂറോളം വൈദ്യുതി മുടങ്ങി ചികിത്സ നിലച്ചത് അധികൃതരുടെ ഗുരുതര വീഴ്ച കാരണമാണ്. KSEB, PWD, ഇലക്ട്രിക്കൽ വിഭാഗം, ആശുപത്രി അധികൃതർ എന്നിവരുടെ ഏകോപനമില്ലായ്മയാണ് വൈദ്യുതി മുടങ്ങാൻ കാരണമായത്. സാങ്കേതിക തകരാറുകൾ ഉണ്ടാകുമെന്ന് നേരത്തെ അറിയാമായിരുന്നിട്ടും കൃത്യമായ മുൻകരുതൽ സ്വീകരിക്കാത്തത് വലിയ വീഴ്ചയായി. എന്നാൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിന് വീഴ്ചയുണ്ടായെന്ന് മാത്രമാണ് വകുപ്പ് തല റിപ്പോർട്ട്. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. സർക്യൂട്ട് ബ്രേക്കറിൽ കണ്ടെത്തിയ ഈർപ്പം വൈദ്യുതി മുടങ്ങാൻ കാരണമായി. കൃത്യമായ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നോ എന്ന് പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. KSEBയുടെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ആശുപത്രിയിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ ഉച്ച മുതൽ വിച്ഛേദിച്ചിരുന്ന കാര്യം നേരത്തെ അറിയിച്ചിരുന്നു. തുടർന്ന് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ടാണ് ആശുപത്രി പ്രവർത്തനം തുടർന്നത്. ഗർഭിണികളും നവജാത ശിശുക്കളും ഉൾപ്പെടെ 1000-ഓളം പേർ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ ജനറേറ്ററുകൾ പണിമുടക്കിയാൽ പകരം സംവിധാനം ഒരുക്കിയില്ല. KSEB വൈകിട്ട് കണക്ഷൻ നൽകിയെങ്കിലും സാങ്കേതിക തകരാർ കാരണം വൈദ്യുതി എത്തിയില്ല. ഇത് പരിഹരിക്കാനാകാത്തതോടെ ജനറേറ്ററിനെ ആശ്രയിക്കുന്നത് തുടർന്നു. വൈകിട്ട് 6 മണിയോടെ 2 ജനറേറ്ററുകളിലൊന്ന് തകരാറിലായിട്ട് പുറത്തുനിന്ന് ജനറേറ്ററിൽ എത്തിച്ചില്ല. ഒരു ജനറേറ്റർ മാത്രം ഉപയോഗിച്ച് ICUവിലേക്ക് മാത്രം വൈദ്യുതി എത്തിച്ച് താൽക്കാലിക സംവിധാനം ഒരുക്കി. വൈകിട്ട് 6:30-ഓടെ രണ്ടാമത്തെ ജനറേറ്ററും പൂർണ്ണമായി തകരാറിലായി. ഇതോടെ ആശുപത്രി ഇരുട്ടിലുമായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രിയിലെ ഈ വലിയ വീഴ്ചയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ജനം, തിരുവനന്തപുരം.